ടെക്നോ പാർക്കിൻ്റെ ശരിക്കും നമ്മൾ ടെക്നോ പാർക്ക് തുടങ്ങുന്ന സമയത്ത് അന്ന് എല്ലാവരും നടക്കാത്ത ഒരു സ്വപ്നമെന്നാണ് പറഞ്ഞിരുന്നത്. 5000 പേർക്ക് നേരിട്ട് തൊഴിൽ, 20,000 പേർക്ക് പരോക്ഷമായിട്ട് തൊഴിൽ. അതായത് 5,000 ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ്, 20,000 ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ്. ഇന്നവിടെ 70,000 കൂടുതൽ ഡയറക്റ്റ് എംപ്ലോയ്മെൻ്റ് ഉണ്ട്. ഏകദേശം 2-2.5 ലക്ഷം രൂപ ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻ്റ് ഉണ്ട്. ട്രിവാൻഡ്രം സിറ്റിയുടെ മേജർ ഡെവലപ്മെൻറ്റ് സെൻറ്ററായിട്ട് അത് മാറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രം സിറ്റിയുടെ ഡെവലപ്മെൻറ്റിന് നമ്മൾ ആദ്യത്തെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്, ഞാൻ പറയുന്ന രാജാവിൻ്റെ കാലം കഴിഞ്ഞിട്ട് ഇസ്രോ ആണ്, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ. അത് കഴിഞ്ഞ് ടെക്നോ പാർക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് സയൻറ്റിഫിക് ലാബ്സ് വന്നു. സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ്, പിന്നെ CDS, TBGRI, അതെല്ലാം വന്നു അച്യുതൻ്റെ സമയത്താണ്. പിന്നെ വരുന്ന വലിയൊരു ഡെവലപ്മെൻറ്റ് ടെക്നോ പാർക്കാണ്. അത് കഴിഞ്ഞിട്ട് എത്രയോ വർഷം വലിയ ചേഞ്ചൊന്നും ഇല്ലാതെ പിന്നെ വരുന്ന വിഴിഞ്ഞം പോർട്ടാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ടെക്നോ പാർക്കിൻ്റെ ഒരു ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹോർഡിങ്സ് ഉള്ള സ്ഥലം നോക്കുക, ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റ്സ് ഉള്ള സ്ഥലം നോക്കുക, അതെല്ലാം ഇപ്പോൾ ആ ഏരിയയാണ്. സിറ്റിയെ നമ്മൾ അങ്ങോട്ടേക്ക് വളർത്തി. ഒരു കാലം ഈ തുടങ്ങുന്ന സമയത്ത് ജയിൽ കോമ്പൗണ്ടിൽ നിന്ന് കുറച്ച് സ്ഥലം എടുത്ത് തുടങ്ങാമെന്ന് ഞാൻ പറഞ്ഞു, വേണ്ട, സിറ്റിയിൽ നടുക്ക് വേണ്ട, ഔട്ട് സൈഡ് ആക്കണം. പറഞ്ഞു, അയ്യോ അത് 15 കിലോമീറ്റർ ദൂരെയാണെന്ന്. ഇന്ന് സിറ്റി അങ്ങോട്ടേക്ക് വളർന്നിരിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു ചേഞ്ച്. പിന്നെ ഞാൻ പറഞ്ഞത് വേറൊരു വലിയൊരു ഇതുള്ള, ഞാൻ ഈക്വലൈസേഷൻ്റെ പറഞ്ഞില്ല, വിമൻ എംപവർമെൻറ്റ്. അവിടെ ഏകദേശം 40-50% സ്ത്രീകളാണ് വർക്ക് ചെയ്യുന്നത്. 40% കൂടുതൽ സ്ത്രീകളാണ്. എൻ്റെ എന്താ പറയുന്ന ഞാൻ ഈ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇൻ്റർവെൻഷൻ ഇൻ എ മാനർ ബൈ വിച്ച് യു ബ്രിങ് പീപ്പിൾ ടു ദ സെയിം ലെവൽ, ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ആക്കിയത്. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ, ഒരു IAS ഓഫീസർ അമേരിക്കയിലേക്ക് പോകുന്നു, റിട്ടയർഡാണ്. അതേ ഫ്ലൈറ്റിൽ സെക്രട്ടേറിയറ്റിൽ അണ്ടർ സെക്രട്ടറിയോ അസിസ്റ്റൻറ്റോ ആയിരുന്ന ഒരാളും കൂടെ ആ വ്യക്തിയോട് ഒരുമിച്ച് ജോലി ചെയ്ത. അപ്പോൾ എങ്ങോട്ടാണ്? അയാളും അമേരിക്കയ്ക്ക് പോവാം. ഇവർ രണ്ടുപേരും അമേരിക്ക, ഫാമിലി ഉണ്ട്, രണ്ടുപേരും അമേരിക്കയ്ക്ക് പോവാം. എങ്ങോട്ടാണ് പോകുന്നത്? നോക്കിയപ്പോൾ രണ്ടുപേരും ഒരേ സിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ മക്കളുടെ കാര്യം ചോദിച്ചു, രണ്ടുപേരുടെ മക്കൾ ഒരേ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. തിരികെ അമേരിക്കയിൽ പോയി നോക്കിയപ്പോഴത്തേക്കായിരുന്നു ഈ അസിസ്റ്റൻറ്റിൻ്റെ മകള് ആ IAS ഓഫീസറിൻ്റെ ജൂനിയറായിട്ട് ഒരു അസിസ്റ്റൻ്റായിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണ്. അത്രത്തോളം ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ് ടെക്നോ പാർക്ക് കാരണം വന്നത്. മെറിറ്റിന് ഒരുപാട് ബെനിഫിറ്റ് കൊടുക്കുന്നൊരു സ്ഥലമായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെയാണ് കമ്പനീസ്. അപ്പോൾ അതാണ് ഒരു വലിയ കൾച്ചറൽ ചേഞ്ച്. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പെർ സ്ക്വയർ ഫുട്ട് ഓഫ് ഏരിയ, ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് പെർ യൂണിറ്റ് ഓഫ് ഏരിയ, ഏറ്റവും കുറഞ്ഞ പവർ കൺസംഷൻ പെർ യൂണിറ്റ് ഓഫ് ഏരിയ ആ ടെക്നോ പാർക്ക് കോമ്പൗണ്ടാണ്. അതിന് ഗവൺമെൻറ് ഇപ്പം ഞങ്ങൾ തുടക്കത്തിൽ കേരളത്തിൽ എന്ത് ചെയ്തതിന് സമരം എന്നുള്ളത് എസ്മ എസൻഷ്യൽ ഇതായിട്ട് മാറ്റി ആ ഒരു ഓർഡർ കൊടുത്തിരുന്നു. പിന്നെ ടെക്നോ പാർക്കിന് പവർ കട്ടിൽ നിന്നും ഗവൺമെൻറ് എക്സെംപ്റ്റ് ചെയ്തു. സിംഗിൾ വിൻഡോ ക്ലിയറൻസ് കിട്ടി. ടെക്നോ പാർക്കിന് ഒരു പവർ സ്റ്റേഷൻ അവിടെ സെറ്റപ്പ് ചെയ്തു. അപ്പോൾ ആ ഒരു ലെവലിൽ വി ക്രിയേറ്റഡ് ഇൻ്റർനാഷണൽ എൻവയറമെൻറ്റ് ഇൻ എ സ്മോൾ ഏരിയ which gave these companies an opportunity to come.